അപ്പൊ എൻ്റെ അടുത്ത് ഒരു റെക്ടാംഗുലർ പീസ് ഓഫ് പേപ്പർ ഉണ്ട്. അപ്പൊ ഞാൻ ഈ പേപ്പറിനെ എന്ത് ചെയ്യാൻ പോവാണ്, ചെറിയ ചെറിയ പീസസ് ആയിട്ട് കീറാനായിട്ട് പോവാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ പേപ്പറിനെ കീറി കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി അല്ലേ. ഇപ്പൊ ഇവിടെ നടന്നത് എന്താ, ഞാൻ പേപ്പറിനെ കീറി അല്ലേ. ഇത് എന്തൊരു ചേഞ്ചാണ്, ഇത് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. വലിയൊരു റെക്ടാംഗുലർ പീസ് ഓഫ് പേപ്പറിനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ പീസസ് ആക്കി മാറ്റി അല്ലേ. അപ്പൊ പേപ്പറിന്റെ ഷേപ്പ് മാറി, സൈസ് മാറി, അങ്ങനെ പേപ്പറിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് മാറി. പുതിയ ആരെങ്കിലും ഇവിടെ ഉണ്ടായോ? ഇല്ല. അതേസമയം ഞാൻ ഈ പേപ്പറിനെ എടുത്ത് കത്തിക്കുകയാണെന്ന് വിചാരിക്കും. ഈ പേപ്പറിനെ കത്തിക്കുമ്പോൾ എന്ത് പറ്റും, പേപ്പർ ആഷ് ആയിട്ട് മാറും അല്ലേ. അപ്പൊ ഈ ആഷിന്റെ അടുത്ത് ഞാൻ പറയണം ഓക്കെ തിരിച്ച് വീണ്ടും പഴയ പോലെ പേപ്പർ ആവും എന്ന് പറഞ്ഞാൽ പേപ്പർ ആവില്ല. ഒരു പുതിയ ആൾ അവിടെ പുതിയൊരു പ്രോഡക്റ്റ് ഫോം ചെയ്തു. അതെന്തൊരു ചേഞ്ച് ആണ്, ഇറിവേഴ്സിബിൾ ചേഞ്ച് ആണ്. അതേപോലെ തന്നെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു അല്ലെ. കെമിക്കൽ റിയാക്ഷൻ ആണ്, പേപ്പറിനെ കത്തിച്ചപ്പോൾ പേപ്പർ ആഷ് ആയിട്ട് മാറി. അപ്പൊ എന്താണ് ഒരു ഫിസിക്കൽ ചേഞ്ച്, എന്താണ് ഒരു കെമിക്കൽ ചേഞ്ച് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആസിഡ് എന്താണ്, ബേസ് എന്താണ്, സോൾട്ട് എന്താണ് എന്നൊക്കെ നിങ്ങൾ പഠിക്കുന്നത് 7th സ്റ്റാൻഡേർഡിലാണ്. ഇനി ഇങ്ങനെ നിങ്ങൾ ഹയർ ക്ലാസ്സസിലേക്ക് പോകുമ്പോൾ ആരും നിങ്ങൾക്ക് വന്നിട്ട് എന്താണ് ഒരു ആസിഡ്, എന്താണ് ഒരു ബേസ് എന്നൊന്നും പഠിപ്പിച്ചു തരില്ല. എല്ലാത്തിന്റെയും ഫൗണ്ടേഷൻ നമ്മൾ പഠിക്കുന്നത് ചെറിയ ചെറിയ ക്ലാസ്സസിലാണ്. അപ്പൊ ഫൗണ്ടേഷൻ പഠിക്കേണ്ട ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ഇങ്ങനെ പഠിച്ചു പോവാം, അത് കഴിഞ്ഞ് +2 കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, നീറ്റ് JEE ഒക്കെ പ്രിപ്പയർ ചെയ്യാമെന്ന്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, +2 കഴിഞ്ഞ് ഒരു വർഷം നീറ്റ് JEE ഒക്കെ നോക്കും. ചിലപ്പോൾ ആ വർഷം കിട്ടില്ല, അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യും. നിങ്ങളുടെ കുറെ ഇയേഴ്സും പോവും, നിങ്ങളുടെ കുറെ ടൈം പോവും. പക്ഷെ അതിന് പകരം നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ സെറ്റ് ആയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, +2ന്റെ കൂടെ തന്നെ നമുക്ക് നീറ്റും JEE ഒക്കെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫാൽക്കൺ ബാച്ച്. അപ്പൊ നമ്മുടെ ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എല്ലാ കോൺസെപ്റ്റ്സും പഠിക്കാൻ പറ്റും, ഫൗണ്ടേഷൻ ഫുൾ സെറ്റ് ആക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതുവരെ നിങ്ങൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഉടനെ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ക്ലാസ് കാണാം.